പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ നവംബർ മാസം 25 തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ. ഹല്ലേലൂയ. സ്തോത്രം. എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി. നമ്മുടെ ഓരോ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചില്ല. എല്ലാത്തിനും കർത്താവിന് നന്ദി പറഞ്ഞാട്ട് കൈകൾ ഉയർത്തിയിട്ട് കർത്താവേ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നിന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ. അതിനായിട്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ആമേൻ രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് രാവിലെ എഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ആമേൻ ഞാൻ ഉണർന്നിരിക്കുന്നു എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? ഞാൻ എഴുന്നേറ്റ ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് പറയുവാൻ കഴിയുന്ന എത്ര പേരുണ്ട് ഇന്ന് പ്രഭാതത്തിൽ? ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ കർത്താവിന് സന്തോഷത്തോടൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട് താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, ആനന്ദത്തോടെ നടത്തുന്ന ദൈവത്തിന്, സൗഖ്യത്തോടെ നടത്തുന്ന ദൈവത്തിന്, സന്തോഷത്തോടെ നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ നിന്ന് ഞങ്ങളെ മറച്ചു പിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു, നന്ദി പറയുന്നു. അപ്പം നന്ദിയോടെ സ്തോത്രം, അപ്പം നന്ദിയോടെ സ്തോത്രം, അപ്പം നന്ദിയോടെ സ്തോത്രം കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങ് നല്ലവനും വല്ലഭനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമാകിയാൽ സ്തോത്രം. അങ്ങ് മുഖത്തേക്ക് നോക്കുന്നവരെ പ്രകാശിപ്പിക്കുന്നവനാകിയാൽ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പിതാവേ. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മനോഹരമായ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദത്തിലിരിക്കുക. അപ്പാ ഈ പ്രഭാതം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും അങ്ങ് തന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങൾ അങ്ങയുടെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ചെയ്യുന്ന ജോലികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ സകലത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഇവരിലൂടെ മാനിഫെസ്റ്റഡ് ആകുവാൻ പിതാവേ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ബ്ലെസ്സിങ്സ് മാനിഫെസ്റ്റഡ് ആകട്ടെ. ഇവർ ചെയ്യുന്നിടത്തെല്ലാം ഇവരുടെ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷനിൽ ഇവർ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്നുള്ള പേരുണ്ടാകത്തക്ക വിധത്തിൽ ആമേൻ മറ്റുള്ളവരിവരെ കണ്ട് ദൈവത്തിന് മഹത്വം കരയറ്റത്തക്ക വിധത്തിൽ ദൈവം ഇവരെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ വൻകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗത്താൽ ശാരീരികമായ അസ്വസ്ഥതകളാൽ ആരെങ്കിലും ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. പരിപൂർണ്ണ സ്വസ്ഥതയും ആരോഗ്യവും യേശുവിൻ നാമത്തിൽ അവരുടെ മേൽ ഉണ്ടാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും നസ്രനായ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ അസ്വസ്ഥതകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. മാനസികമായ അസ്വസ്ഥതകൾ, ശാരീരികമായ അസ്വസ്ഥതകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോവാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ലങ്സുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അസ്വസ്ഥതകൾ ഇപ്പോൾ നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ലങ്സിനകത്ത് ഇൻഫെക്ഷനുകൾ പൂർണ്ണമായിട്ട് വിട്ടുമാറട്ടെ. പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ആമേൻ. ഇന്ന് പകൽക്കാലം ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ദൈവിക മഹിമ ലോകവ്യാപകമായി വെളിപ്പെടുന്നതിന് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ ഫേവർ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രിയിൽ നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചാലോ? നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ലോകത്തിൽ ഉണർവിന് ഇന്നത്തെ മീറ്റിംഗ് കാരണമായി തീരട്ടെ. അനേകരുടെ വിടുതലിന് ഇന്നത്തെ മീറ്റിംഗ് കാരണമായി തീരട്ടെ. അനേകർ ആശ്വാസം പ്രാപിപ്പാൻ, അനേകർ ക്രിസ്തുവിൽ വളരുവാൻ ഇന്നത്തെ മീറ്റിംഗ് മുഖാന്തരമാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിംഗ് ഒരു ബ്ലെസ്സിങ് ആയി മാറട്ടെ. ലോകവ്യാപകമായ ഒരു ഉണർവിന് കാരണമായി തീരട്ടെ. ആത്മപകർച്ച ഉണ്ടാകുവാൻ കാരണമായി തീരട്ടെ. ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനെ ബ്ലെസ് ചെയ്യുന്നു കർത്താവേ.
ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഇത് ദൈവത്താലാണ് ഈ മീറ്റിംഗ് നടക്കുന്നതെന്ന് പറയത്തക്ക വിധത്തിലുള്ള ദൈവിക ഇടപെടലുകളും പ്രവൃത്തികളും ഇന്നുമായിട്ട് സംഭവിക്കുന്നതിന് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മറക്കരുത്, നിങ്ങളെല്ലാവരും ഇന്നുമായിട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ആമേൻ. അതൊരു സ്പെഷ്യൽ അനുഭവമായിരിക്കും. കർത്താവ് നമ്മുടെ നടുവിൽ ശക്തമായിട്ട് ഇടപെടും. പ്രത്യേകം പ്രാർത്ഥിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യമാണ്. നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന, നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ എപ്പോഴും പറഞ്ഞ് പഠിപ്പിക്കുന്ന വാക്യമാണ്. എന്താണ്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. പൗലോസ് പറഞ്ഞിരിക്കുന്ന ആ ഒരു വാക്ക് ആ കോണ്ടെക്സ്റ്റ് വെച്ച് വായിക്കുകയാണെങ്കിൽ അവിടുത്തെ ഞാനില്ലായ്മയിലിരിക്കാൻ എനിക്കറിയാം, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ഒക്കെ അറിയാം എന്നൊരു ഭാഗം പറഞ്ഞിട്ടാണ് പറയുന്നത്. ഞാൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും എന്ത് കാര്യത്തിലും മുന്നേറുവാൻ അല്ലെങ്കിൽ ജീവിക്കാൻ എനിക്ക് കഴിയുമെന്നാണ് പൗലോസ് അവിടെ മീൻ ചെയ്തിരിക്കുന്നത്. എങ്കിലും ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി മുഖാന്തരം നമുക്ക് എന്തും സാധ്യമെന്നാണ് പരിശുദ്ധാത്മാവോടെ നമ്മളെ ഓർപ്പിക്കുന്നത്. ഒരിക്കലും ഒരു ദൈവത്തിൻ്റെ പൈതൽ ബലഹീനനായ പാത്രമല്ല, ഒരു ദൈവത്തിൻ്റെ പൈതൽ കഴിവില്ലാത്ത പാത്രമല്ല. ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച ഒരു ദൈവ പൈതൽ അവൻ ഒരു സാധാരണക്കാരനല്ല. അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് അവൻ സ്ഫോടനാത്മകമായ, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ഡ്യുനാമിസ് പവറാണ് ഈ വ്യക്തിയുടെ അകത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ അകത്ത് വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് സാധാരണ പവറല്ല, അസാധാരണമായ ശക്തി. എല്ലാ പ്രയാസങ്ങളുടെയും മുകളിലൂടെ ജീവിക്കാൻ കഴിയുന്ന, എല്ലാ പ്രതിസന്ധികളെയും ഓവർകം ചെയ്യാൻ കഴിയുന്ന, എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിച്ച് മുന്നേറാൻ കഴിയുന്ന പവറാണ് എൻ്റെയും നിങ്ങളുടെയും അകത്ത് വന്നിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ അതൊന്ന് ഏറ്റു പറയാമോ? എൻ്റെ അകത്ത് വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാ സാഹചര്യങ്ങളുടെയും മുകളിൽ ജീവിപ്പാൻ എന്നെ ശക്തനാക്കുന്ന പവറാണ് എൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നോക്കിയാൽ ഈ പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഓരോ സാഹചര്യങ്ങളിൽ ഓരോ അസൈൻമെൻറ്റ് മുഖാന്തരം അവരിലേക്ക് പരിശുദ്ധാത്മാവ് വരികയും ആ അസൈൻമെൻറ്റ് പൂർത്തീകരിക്കുകയും ചെയ്യും. അവരത് പൂർത്തീകരിച്ചിട്ട് പോകും. പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഡെബോറ എന്ന് പറയുന്ന പ്രവാചിക, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരിക, അവർ ആ ദേശത്തെ ന്യായപാലനം ചെയ്യുക ചെയ്യുന്നു. എന്ന് വെച്ചാൽ അത് അവരെ അസാധാരണക്കാരിയാക്കി മാറ്റി. പത്രോസും യോഹന്നാനും ഒക്കെ മീൻപിടുത്തക്കാരായിരുന്നു, അക്ഷരാഭ്യാസമില്ലാത്തവരായിരുന്നു, സാധാരണക്കാരായിരുന്നു. എന്നാൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നപ്പോൾ അവർ അസാധാരണക്കാരായി മാറി. അവർ സാധാരണക്കാർ എന്ന ആ ഒരു ലേബലിൽ നിന്നും അവരെന്തായി മാറി? അസാധാരണക്കാർ എന്ന ലേബലിലേക്ക് മാറി. അവരാരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിർണയം പ്രാപിച്ചവരാണെങ്കിൽ, പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല. നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി അസാധാരണമായ ദൈവത്തിൻ്റെ ശക്തിയാണ്. ഒന്നും നിങ്ങൾക്ക് അസാധ്യമല്ല. ഒരു സാഹചര്യങ്ങൾക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. ഒന്നിനും നിങ്ങളെ നശിപ്പിച്ച് കളയുവാൻ കഴിയത്തില്ല. എന്നാൽ എല്ലാത്തിൻ്റെ മുകളിൽ പറന്നു കയറുന്ന ഒരു ആത്മശക്തി നിങ്ങളുടെ അകത്തുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ വിചാരിക്കും, കർത്താവേ എൻ്റെ മേൽ ആത്മാവിൻ്റെ ശക്തി ഉണ്ടെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊന്നും നടക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണെന്നറിയാമോ? അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നിന്നിൽ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെ നീ ജ്വലിപ്പിക്കുന്നവരായിരിക്കും. അപ്പോസ്തലൻ തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, കൃപാവരത്തെ ജ്വലിപ്പിക്കണം. ഇന്ന് പ്രഭാതത്തിലും പകരപ്പെട്ടിരിക്കുന്ന ആത്മശക്തി എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കുന്നവരായിത്തീരണം. ജ്വലിപ്പിക്കണം. ഉറക്കെ പറഞ്ഞാട്ടെ, ജ്വലിപ്പിക്കണം. എങ്ങനെ ജ്വലിപ്പിക്കും? ദൈവവചനം ധ്യാനത്തിലൂടെ ആത്മാവിൻ്റെ ശക്തി, അല്ലെങ്കിൽ നമ്മളിൽ വന്നിരിക്കുന്ന ശക്തിയെക്കുറിച്ചുള്ള വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ അത് നമ്മളിൽ ജ്വലിക്കുവാൻ തുടങ്ങും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സാധാരണ ബേസിക് നമുക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടണമെന്നുള്ള പ്രാർത്ഥനയല്ല. ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള തീക്ഷ്ണതയോടുകൂടെയുള്ള പ്രാർത്ഥന എന്തു ചെയ്യും? ആത്മാവിൻ്റെ ശക്തിയെ ജ്വലിപ്പിക്കുവാൻ ഇടവരും. ദൈവഹിതപ്രകാരമുള്ള ജീവിതം, ദൈവവചനാടിസ്ഥാനത്തിലുള്ള ജീവിതം നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ ആത്മാവിൻ്റെ ശക്തിയെ ജ്വലിപ്പിക്കും. നമ്മുടെ മേൽ വന്നിരിക്കുന്ന ദൈവിക പർപ്പസിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ അകത്തുള്ള ആത്മശക്തിയെ ജ്വലിപ്പിക്കുവാൻ ഇടവരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആത്മാവിൻ്റെ ശക്തിയെ ജ്വലിപ്പിച്ച് ജയാളികളായി മുന്നേറുക. എങ്ങും തോൽക്കാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല. എങ്ങും പരാജയമായി തലകുനിച്ച് നിൽക്കാൻ ദൈവം നിങ്ങളെ വിളിച്ചിട്ടില്ല. നിങ്ങളെ എവിടെ ദൈവമാക്കിയിരിക്കുന്നു അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്തെന്ന് വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് വെളിപ്പെടുത്തുവാനാണ് കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടെ ആത്മാവിൻ്റെ ശക്തിയെ ജ്വലിപ്പിച്ച് അസാധാരണക്കാരായി
ഈ ഭൂമിയിൽ ജീവിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഫേവർ നിങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. God bless you. God bless you.